ശബരിമല തീർത്ഥാടനത്തിന്റെ പരമ്പരാഗത കാനനപാതയിലെ ഒരു പ്രധാന ഇടത്താവളമാണ് കല്ലിടാംകുന്ന്. എരുമേലിയിൽ നിന്ന് ആരംഭിക്കുന്ന കാനനപാതയിൽ അഴുതാനദിക്ക് ശേഷമുള്ള കയറ്റമായ അഴുതമേടിന്റെ മുകളിലാണ് ഈ സ്ഥലം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആചാരപരമായ സ്ഥലമാണിത്. മണികണ്ഠൻ അയ്യപ്പൻ മഹിഷിയെ വധിച്ച ശേഷം അവളുടെ ഭൗതികദേഹം കല്ലും മണ്ണും വാരിയിട്ട് സംസ്കരിച്ചത് ഈ കുന്നിൻ മുകളിലാണെന്നാണ് വിശ്വാസം. കല്ലിടുന്ന ചടങ്ങ്, ഇതിന്റെ ഓർമ്മ പുതുക്കുന്ന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. തീർത്ഥാടകർ പരമ്പരാഗത പാതയിൽ അഴുതാനദിയിൽ മുങ്ങിക്കുളിച്ച് അവിടെ നിന്ന് ശേഖരിക്കുന്ന ഒരു ചെറിയ കല്ല് ഈ കുന്നിൻ മുകളിൽ നിക്ഷേപിക്കുന്നു. ഈ കുന്നിനെ അഴുതമേടിന്റെ ഉച്ചി എന്നും പറയാറുണ്ട്. കാനനപാതയിൽ വനം വകുപ്പിന്റെയും മറ്റ് ഏജൻസികളുടെയും പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നാണ് കല്ലിടാംകുന്ന്. വിരിവയ്ക്കാനുള്ള സൗകര്യം. രാത്രിയിൽ യാത്ര തുടരാൻ കഴിയാത്ത തീർത്ഥാടകർക്ക് ഇവിടെ വിരിവയ്ക്കാനും വിശ്രമിക്കാനും സൗകര്യമുണ്ട്. എമർജൻസി മെഡിക്കൽ കെയർ സെന്റർ EMCC പാതയിലെ പ്രധാനപ്പെട്ട ആരോഗ്യരക്ഷാ കേന്ദ്രങ്ങളിലൊന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു. ഹൃദയാഘാതം, വന്യജീവി ആക്രമണം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ പ്രാഥമിക ചികിത്സ നൽകാൻ ഈ കേന്ദ്രങ്ങൾ സജ്ജമാണ്. ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി EDC കടകൾ, വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കടകൾ ഇവിടെ പ്രവർത്തിക്കാറുണ്ട്. ഇവിടെ നിന്ന് കുടിവെള്ളവും ലഘുഭക്ഷണങ്ങളും ലഭിക്കും. കാനനപാതയിലൂടെയുള്ള യാത്രയ്ക്ക് പൊതുവെ വനം വകുപ്പിന്റെ കർശനമായ സമയനിയന്ത്രണങ്ങൾ ബാധകമാണ്. രാത്രി യാത്രകൾ ഒഴിവാക്കാൻ തീർത്ഥാടകർക്ക് കല്ലിടാംകുന്ന് പോലുള്ള താവളങ്ങളിൽ വിശ്രമിക്കാം. കാനനപാതയിലെ ഏറ്റവും കഠിനമായ കയറ്റങ്ങളിലൊന്നായ അഴുതമേടിന്റെ ഉച്ചിയിലാണ് കല്ലിടാംകുന്ന് സ്ഥിതി ചെയ്യുന്നത്. അഴുതാനദിയിൽ നിന്ന് കല്ലിടാംകുന്നിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റമുണ്ട്. ഇവിടെ നിന്ന് പാത താഴേക്കിറങ്ങി അടുത്ത പ്രധാന ഇടത്താവളമായ ഇഞ്ചിപ്പാറക്കോട്ടയിലേക്കും തുടർന്ന് മുക്കുഴിയിലേക്കും എത്തുന്നു. മുക്കുഴിയിലേക്ക് ഇവിടെ നിന്ന് കാൽനടയായി കുറഞ്ഞ സമയം കൊണ്ട് എത്താനാകും.